4 ദിവസമായിട്ട് നല്ല നിർത്താണ്ട് പെയ്യുന്ന മഴയാണ് കേസ്. മഴ പെയ്താൽ എനിക്കുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെന്ത് കഴിക്കുന്ന ആലോചിച്ചപ്പോഴാണ് തട്ടുകട സ്റ്റൈൽ ഐറ്റം കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. അപ്പം എന്തായാലും തട്ടുകട സ്റ്റൈൽ പിടിക്കുമെന്ന് വിചാരിച്ച്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് നമുക്കൊരു പാൻ വേണം. ഈ ഒരു പാനെല്ലാം ഞാൻ നോക്കിയ പാൻ കിട്ടാത്തതുകൊണ്ട് കിട്ടിയതെടുത്ത് ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ചെറിയ ക്ലാരിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ലൈറ്റിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതാണ്. ഇനി അതിൻ്റെതായ ഒരു കുറവ് വേണ്ട. അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വഴറ്റിൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ കിടന്നിട്ട് വഴഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഒപ്പം ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ പൊളിക്കും. പിന്നെ സവാള വഴഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഇടയിൽ നമ്മുടെ പാൻ ഒന്ന് ചെറുതായി മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത കാരണം പിന്നെ ആഡ് ചെയ്തിട്ടില്ലേ. പിന്നെ നമുക്കിതിലൊരു കുളം കുത്തി വെക്കണം, നമ്മുടെ കോഴിമുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ടാണേ. ഇതിലേക്ക് നമ്മളൊരു 3 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. മുട്ട കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പൊട്ടിച്ച് വയ്ക്കാം. നമ്മളിതൊരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കലാണ് പിന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാനിപ്പോൾ മുട്ട പൊട്ടിച്ചാലും തൊണ്ടോർക്കനായിട്ട് വരും. ബിക്കോസ് ഭയങ്കര കെയർഫുൾ ആയിട്ട് വരും. ഇയാൾ കണ്ടോ, ഇയാൾക്ക് ഇത് എന്തൊക്കെയാണെന്ന് അറിയണം. നമ്മുടെ നക്ഷുമോൻ ഇതിൻ്റെ ഇടയിൽ ഇത് എന്തായെന്നൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കോഴിമുട്ട നമുക്ക് നന്നായി ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. ഏകദേശം ഈ ഒരു പാകത്തിലൊക്കെ എത്തിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലാണ് ആഡ് ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ വേപ്പില ആഡ് ചെയ്തത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ട് ഇട്ടെടുക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ. ഇപ്പം ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ പോരാളിയാണ് എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്നത്. ഞാൻ ഇത് ഇടുന്നത് കണ്ടപ്പോൾ എന്നോട് എൻ്റെ പോരാളി പറഞ്ഞു, നീ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ടോ, വെള്ളം എന്നൊരു പ്രശ്നമില്ലെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈ ആയിട്ട് കിട്ടേണ്ട ഈ ഒരു ഐറ്റം ഇത്തിരി വാട്ടറുള്ള രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് ഐറ്റം കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ അതായിട്ട് ഉമ്മറത്ത് എത്തിയപ്പോൾ നല്ല മഴക്കാരൊക്കെ വന്നിട്ട് ഒരു മൂടി കെട്ടിയ അന്തരീക്ഷമാണ്. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ കട്ടൻ ചായയും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ടൻ ചായ ഈ ഒരു ഐറ്റം അടിപൊളി കോമ്പിനേഷനാണേ. നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല മഴയൊക്കെ വരാനുള്ള ലക്ഷണം ഉണ്ട്, ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് മസാല ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളി ഐറ്റം തന്നെ. ഈ ഒരു സമയത്ത് ആ കട്ടൻ ചായക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോക്കെ. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.